ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു അടിപൊളി വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് ഉള്ളിലത്തെ എല്ലാ വർക്കുകളും ഓൾറെഡി ഫിനിഷിംഗ് ആണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന കഴിഞ്ഞാൽ ഗേറ്റും അതിൽ അതുപോലെ ആ പോർച്ച് ടൈൽ മാത്രം വരയ്ക്കേണ്ട ഒരു പണിയാണ് ഇതിൽ ബാലൻസ് വരുന്നത്. 6.5 സെൻറ്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. ഫ്രണ്ടിലത്തെ കുറച്ച് വർക്കുകളൊക്കെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി ആ കബോർഡൊക്കെ ഊരി വയ്ക്കാവുന്നുള്ളൂ. ഇനി ഫ്രണ്ടിലൊക്കെ ഒന്ന് ടൈൽ വിരിക്കണം, അത്രയേ ഉള്ളൂ. മുറ്റത്തെ നല്ല ടാറിങ്ങിനോടാണ് വീടിൻ്റെ ഫ്രണ്ടേജ്. കണ്ട വീതി കൂടിയ ടാറിങ്ങിനോട് തന്നെയാണെന്ന് പറയാം. ഈ ഒരു ഭാഗത്തെ നല്ലൊരു ടാറിങ്ങിനോടാണ്. അതായത് സ്കൂളുകളിലെ വാഹനങ്ങൾ പോകാനും മറ്റുള്ള എല്ലാ വാഹനങ്ങളും ഇതിൽ വരും. എല്ലാ സ്കൂളുള്ള വാഹനങ്ങളും വീടിൻ്റെ ഫ്രണ്ട് വഴിക്ക് തന്നെ പോകുമെന്ന് പറയാം. 6.5 സെൻറ്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു ടസ്റ്റർ വർക്കുകളും LED ബൾബുകളും ഒക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ട് നമുക്ക് കാണുന്ന ഈ വലിയൊരു ലെങ്ത് ഗേറ്റ് ഇവിടെ വെക്കൂട്ടാ. സെപ്പറേറ്റ് കാർ പോർച്ചുണ്ട് ഇതിന്. ഇനി ഇതിലൊക്കെ പോർച്ച് ടൈലൊക്കെ വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെക്കണം. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിൽ കാണണം. അപ്പോഴത്തേക്കും പക്ഷേ ഈ വീടൊക്കെ ഓൾറെഡി സെയിലാവും. ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്തിടാൻ പറ്റുമെന്ന് പറയാം. വേണ്ട, സെപ്പറേറ്റ് ഒരു കാർ പോർച്ചുണ്ട് ഇതിന്. വലിയൊരു ഇന്നോവ പോലെ വാഹനമൊക്കെ അവിടെ കടത്തി നിർത്താവുന്ന സ്പേസ് ഉണ്ട്. ഈ സൈഡിലൊക്കെ ടസ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല രസമാക്കിയിട്ടുണ്ട്. ഈ കച്ചറയൊക്കെ നമ്മൾ മാറ്റി നമുക്കിനി ടൈല് വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഒക്കെ വെക്കും. നമ്മൾ ഓൾറെഡി മനസ്സിൽ കാണുന്നുള്ളൂ. പിന്നെ വെള്ളത്തിന് ഇവിടെ ഓൾറെഡി ഓപ്പൺ കിണറാണ്. ധാരാളം വെള്ളം കിട്ടുന്നൊരു ഏരിയ. അതുപോലെ എത്ര വലിയ പ്രായം വന്നാലും ഇവിടെ വെള്ളം കയറാത്തൊരു ഏരിയ. അതുപോലെ കണ്ട ഈ ഒരു സൈഡിലൊക്കെ ധാരാളം സ്ഥലമുണ്ട്. ചെറിയ വാഹനമൊക്കെ നമുക്ക് കയറ്റി നിർത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികൾ തെയ്യകളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. 6.5 സെൻറ്റ് ഓൾറെഡി ഉള്ള കാരണം വെള്ളം അതേ ഫ്രണ്ട് ഭാഗത്ത് മുകൾ വശത്തേക്ക് തന്നെ ഉണ്ട്. നല്ല അടിപൊളി വെള്ളം. വീടിൻ്റെ കണ്ട നല്ല LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല ഇപ്പോഴത്തെ ട്രെൻഡ് വീടാണെന്ന് പറയാം. ഉള്ളിലത്തെ എല്ലാ വർക്കും ഓൾറെഡി സെറ്റാണ് കേട്ടോ. പുറമത്തെ ഈ കാണുന്ന ഭാഗത്തെ വർക്കുകൾ മാത്രമാണ് നമുക്ക് കഴിയാനുള്ളൂ. നല്ല ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കണ്ട. വലിയൊരു സിറ്റ് ഔട്ട് അവിടെ തന്നെ. അപ്പോൾ ഡബിൾ പാളി ഡോറ് തേക്ക് വുഡിൽ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിവിങ് ഹാളായിട്ട് വരുന്നത്. വലിയൊരു ലിവിങ് ഹാളാണ് കൊടുത്തത്. വലിയ ടൈല് തന്നെയാണ് അപ്പോക്സിയോട് കൂടി എനിക്ക് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ ധാരാളം വിൻഡോസുകളൊക്കെ വെളിച്ചം കാണാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് സൈഡ് ഫുള്ളായിട്ട്. അതുപോലെ മുകൾ വശത്തോ ഹോൾ സീലിംഗ് വർക്ക് ഫുൾ ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. LED ബൾബൊക്കെ വെച്ച് നല്ല ഫുൾ ലെങ്ത്തിൽ തന്നെ ലിവിങ് ഹാള് മനോഹരമാക്കിയിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ ഒരു അടിപൊളി TV യൂണിറ്റ് മൾട്ടിവുഡിൽ കണ്ട. അടിപൊളി LED ബൾബൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് മോഡലുകളാണ്, വെറൈറ്റി മോഡലുകളാണ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് പറയാം. അതുപോലെ ഒരു ആർച്ചോട് കൂടിയിട്ട് കണ്ട. മൾട്ടിവുഡിൽ തന്നെ നല്ലൊരു ആർച്ചോട് കൂടിയിട്ടാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. ഡൈനിങ് ഹാൾ മുട്ടണ്ട, അത്ര വലിയൊരു ഡൈനിങ് ഹാളാണ് കണ്ടോ. വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്രോക്കറി യൂണിറ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡൈനിങ് ഹാളിൻ്റെ മുകൾ വശത്ത് ഫുൾ ലെങ്ത്തിൽ തന്നെ ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതും മൾട്ടിവുഡിൽ തന്നെയാണ്. LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല, അതായത് വെറൈറ്റി ഉണ്ടെന്ന് പറയാം. അതുപോലെയാണ് ഈ ഭാഗത്ത് ഹാങ്ങിങ് ബൾബ് മാതിരിയൊക്കെ വെറൈറ്റി ഡിസൈനിലുള്ള ബൾബുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാള് മനോഹരമാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഡൈനിങ് ഹാളിൽ നിന്നാണ് 2 ബെഡ്റൂമും. ഇത് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ, ഫസ്റ്റ് ബെഡ്റൂം. അതേ മാച്ചിങ് ടൈല് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് കേട്ടോ. വീതി കൂടിയ ടൈല് തന്നെയാണ്. അതും ഒക്കെ അപ്പോക്സിയോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസുകളൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബെഡ്റൂമിലും ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ട് LED ബൾബൊക്കെ വെച്ച് കളർഫുള്ളായിട്ടും പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് വരുന്നത് വാൾഡ്രോപ്സ് വരുന്നത് കേട്ടോ. വൈറ്റ് ആൻഡ് തേക്കൂട് ഡിസൈനിൽ ഈ ഒരു ഭാഗത്ത് കണ്ട ഡ്രസ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് മിററൊക്കെ വെച്ചിട്ട്. തൊട്ട് ചേർന്നിട്ടാണ് ഈ ഒരു സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയൊക്കെ വെറൈറ്റി ഡിസൈനിലുള്ള വാൾട്ടയിലാണ് കൊടുത്തിരിക്കുന്നത്. മൂന്ന് സൈഡിലും. അതുപോലെ ഹീറ്ററുള്ള പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷബിളാണ്, വാഷ് ഏരിയ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാ ബാത്റൂമിലും 4 ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുന്ന ഭാഗം. ഒരു ചെറിയൊരു ആർച്ചൊക്കെ ഇതിലും ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് കേട്ടോ പ്രവേശിക്കുന്നത്. മൾട്ടിപ്പിളുള്ള ഇത് നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ കണ്ട വല്ല അയൺ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ഗ്രാനൈറ്റൊക്കെ വെച്ചിട്ട് അടിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബെഡ്റൂമിലേക്ക് കിടക്കണം. അതേ മാച്ചിൻ്റെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഞാൻ അപ്പോക്സിയൊക്കെ ചെയ്യും. അപ്പോക്സിയൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ ഈ കയറി വരുന്ന കാരണേ. വിൻഡോസിലൊക്കെ അവിടുത്തെ മാതിരി തന്നെ. അതുപോലെ ഈ ഒരു ഭാഗത്ത് കണ്ട ഫുൾ ലെങ്ത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഹോൾ സീലിംഗ് വർക്ക്. ഒരു വെറൈറ്റി ഉണ്ടെന്ന് പറയാം. കയറി വരുമ്പോഴേ ഫുൾ ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാൾഡ്രോപ്സ് ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട്. 3 പാളി ഡോറോട് കൂടിയിട്ട് ഒരു സൈഡിൽ ഡ്രസ് യൂണിറ്റോട് കൂടിയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ എല്ലാ ബെഡ്റൂമും AC പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം കണ്ടോ. വേറെ കളറായിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇരു സൈഡിൽ വാഷ് ഏരിയ ഒരു സൈഡിലുണ്ട്.
6.5 സെൻറ്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റാണ് വീട് കേട്ടോ. ഡൈനിങ് ഹാളിൽ ഗ്ലാസ് ഡോറോട് കൂടിയാണ് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നത്. കിച്ചണിൽ കണ്ട ഒരു വുഡ് ഡിസൈനിലെ ടൈലാണ് കൊടുത്തിരിക്കുന്നത്, ഫ്ലോർ ടൈലിൽ. അതുപോലെ ധാരാളം അടിയിൽ സ്ട്രിപ്പൊക്കെ വെച്ച് നല്ല, അതായത് എന്താ പറയുക, ഒരു വെറൈറ്റി ഉണ്ടെന്ന് പറയുന്നത് കാണാനേ. അതുപോലെ ഈ ഒരു സൈഡിൽ കണ്ട സെപ്പറേറ്റ് നമുക്ക് വില അരിയാനോ ഭക്ഷണം കഴിക്കാനൊക്കെ ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിമ്മിനി ഹോബും ഓൾറെഡി സെറ്റാണ്. ധാരാളം കബോർഡ് മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചുമരിൻ്റെ സൈഡ് വശത്തൊക്കെ ഫുള്ളായിട്ട് വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട്. വീതി കൂടിയ ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കിച്ചണിൽ നിന്ന് നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ ധാരാളം കബോർഡ് ഇട്ട് അടിഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിൽ കണ്ട ഒരു സ്റ്റോർ റൂം കൊടുത്ത് കിട്ടിയിട്ടുണ്ട് സെപ്പറേറ്റ്. അതാ നമ്മളെ സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ വലിയൊരു സ്പേസിലുള്ള സ്റ്റെയർ നമുക്കൊരു ഇത് കിട്ടി സെപ്പറേറ്റ് ആയിട്ട്. ഇത് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം കിച്ചണിൽ നിന്നിട്ടാ. അതേ മാച്ചിൻ്റെ തന്നെ വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പ് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ കരിപ്പാത്രം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്യുന്ന വിധത്തിലാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വാഷ് ഏരിയ ഒരു വാഷബിളോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. സിംഗിൾ പീസ് ക്ലോസറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ് ഈ ഭാഗത്തൊക്കെ ബേബി മെറ്റലൊക്കെ വെച്ച് ഈ മതിലൊക്കെ തേച്ച് പെയിൻറ്റ് ചെയ്യും. അങ്ങനെ പുറത്തത്തെ കുറച്ച് ചെറിയ വർക്ക് മാത്രമാണ് ഇവിടെ ബാലൻസ്ഡ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ വർക്കും ഓൾറെഡി സെറ്റാണ് കേട്ടോ. 6.5 സെൻറ്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ വീടിന് 85 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ലോണൊക്കെ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കും. ഒരു എൽ ഷേപ്പ് ഹാളാട്ടോ മുകളിൽ വെച്ചത്. വലിയൊരു ഹാളാണ് കൊടുത്തത്. എൽ ഷേപ്പിൽ വന്നിട്ട് ഒരു എൽ ഷേപ്പിൽ. അതുപോലെ ഒരു ടി വി യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതൊക്കെ റേറ്റിനനുസരിച്ച് അതിനുള്ള ഭാഗം സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫുൾ ലെങ്ത്തിലും ഇവിടെ ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തൊക്കെ ധാരാളം ഹാങ്ങിങ് ബൾബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റെയർ കയറി വരുന്ന ഭാഗമാണ് മുകളിൽ വെച്ച് ആ സൈഡിൽ നിന്നേ പറകോളൊക്കെ ചെയ്തിട്ട് അതിലൊക്കെ LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ടെന്ന് പറയാം. മുകൾ വശത്തെ 2 ബെഡ്റൂം ഓപ്പോസിറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് മുകൾ വശത്തെ 3ാമത്തെ ബെഡ്റൂം കേട്ടോ. താഴത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ് മുകൾ വശത്തും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡിൽ വാൾ ടോപ്സും എല്ലാ ബെഡ്റൂമിലും ഡ്രസ് യൂണിറ്റോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹോൾ സീലിംഗ് വർക്കൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട്. അതൊരു സെപ്പറേറ്റ് ഒക്കെ വേറെ മോഡലുകളാണ് ചെയ്തിരിക്കുന്നത്. തൊട്ട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മാറ്റം കണ്ടിട്ട് വാൾ ടൈലൊക്കെ മാറ്റമുണ്ട്. എല്ലാ ബാത്റൂമിലും വെറൈറ്റി രീതിയിൽ, അതായത് വ്യത്യസ്തമായ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയൽ ആട്ടോ. ഇത് 4ാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. മുകൾ വശത്ത് അത് വേറെ രീതിയിലുള്ള ഒരു ഹോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് പെയിൻറ്റിങ്ങും LED ബൾബൊക്കെ വെച്ചിട്ട് ഇവിടെയും മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലും നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി തന്നെ വാർഡ്രോബ്സും കിട്ടിയിട്ടുണ്ട്. തൊട്ട് ചേർന്നിട്ട് തന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. 10 കൊല്ലത്തോളമൊക്കെ ഗ്യാരണ്ടിയുള്ള മെറ്റീരിയലാണ് ഇവിടെ ബാത്റൂം. ഇത് വലിയൊരു ബാത്റൂമാണ് കേട്ടോ. അത്തം വരെ ഉണ്ട് കണ്ടോ. നല്ല സ്പേസ് ഉണ്ട്. വീഡിയോയിൽ കാണില്ല. വീഡിയോ കാണുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെട്ടാലേ നമുക്ക് എല്ലാ വീഡിയോകളും കാണാം. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും. അതുപോലെ സ്കൂളുകളായാലും ആരാധനാലയങ്ങളും എല്ലാം തൊട്ട് ഒരു 600 മീറ്റർ ചുറ്റളവിൽ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. മുകൾ വശത്ത് ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു ബാൽക്കണി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 5-6 പേർക്കൊക്കെ ഈസിയായിട്ട് ചാരിട്ടിരിക്കാം. LED ബൾബൊക്കെ വെച്ചിട്ട് ഇവിടെയും ബാൽക്കണിയും മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഓട് പറിച്ചത് കാണുന്നത് നമ്മൾ അടിയിലത്തെ കാർ പോർച്ചിൻ്റെ ഭാഗമാണ്. കൂച്ചനൊക്കെ കൊടുത്തിട്ടേ നമുക്ക് ഈ കാണുന്ന ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൈലൊക്കെ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വെച്ച് മതിൽ വെച്ച് സ്ലൈഡിങ് ഗേറ്റൊക്കെ വെച്ച് വരുമ്പോൾ അപ്പോൾ അതൊക്കെ വീട് ഓൾറെഡി ബുക്ക്ഡാവും. നമുക്ക് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെട്ടാലേ നമുക്ക് കാണാവുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് റേറ്റൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാം. ഇത് നമുക്ക് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം കേട്ടോ. അത് ഓപ്പൺ ടെറസാണ്. ഈ ഭാഗത്തൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. പുറമത്തെ വർക്കുകൾ മാത്രമാണ് ഓൾറെഡി ബാലൻസ് ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും. വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. അടുത്തൊരു പുതിയ വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.